നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജംഗ്ഷനിലാണ് കേട്ടോ. അതായത് നമ്മുടെ ഒലവക്കോടാണുള്ളത്. അപ്പോൾ അങ്ങനെ മധുര യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ പാലക്കാട് എത്തി. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷൻ്റെ പുറത്താണുള്ളത്. ഇപ്പോൾ സ്റ്റേഷനിലേക്കുള്ളൊരു വഴി ഇതാണ് കേട്ടോ. മുമ്പ് ഈ വലതുഭാഗത്ത് കൂടി കാണുന്ന റോഡ് വഴിയാണ് നമ്മൾ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളതാ നേരെ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഈ പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഒലവക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗൊക്കെ ഇവിടെ ഉണ്ട്. പാലക്കാട് ജംഗ്ഷൻ. അപ്പോൾ നമ്മളിന്ന് പോകുന്ന വണ്ടി താമ്പരത്ത് നിന്ന് എല്ലാ ദിവസവും രാത്രി 11:50 പുറപ്പെടുന്ന താമ്പരം മംഗളൂർ എക്സ്പ്രസ്സിനാണ് കേട്ടോ. ആ വണ്ടിക്കാണ് നമ്മളിന്ന് വടകര വരെ പോകുന്നത്. ഇപ്പോൾ സമയം 9:30 അപ്പോൾ നമ്മളിതാ നേരെ സ്റ്റേഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അവിടെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു വണ്ടി വന്നതായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇത് കോയമ്പത്തൂർ മംഗലാപുരം എക്സ്പ്രസ് ആണ് കേട്ടോ. അതായത് നമ്മളെ പഴയ ഫാസ്റ്റ് പാസഞ്ചർ ആ വണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടി മംഗലാപുരത്ത് നിന്ന് മഡ്ഗാവിലേക്കുള്ള പാസഞ്ചറായിട്ടും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മധുരയിൽ നിന്ന് പാലക്കാടേക്ക് വന്ന വണ്ടിയാണ് അവിടെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലുള്ളത്. നമ്മൾ മധുരയിൽ നിന്ന് വന്ന വണ്ടിയാണ് കേട്ടോ. നമ്മളെ MGR ചെന്നൈ സെൻട്രൽ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് പഴനി പൊള്ളാച്ചി ആ വഴി വരുന്ന വണ്ടിയാണ്. നമ്മൾ ഡിണ്ടുകല്ലിൽ നിന്നാണ് ഈ ഒരു വണ്ടി കയറിയത്. ഇത് മധുര പോവില്ല. ഡിണ്ടുകല്ലിൽ നിന്ന് ലോക്കോ റിവേഴ്സ് ചെയ്തിട്ടാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മളെ ശബരി വന്നിട്ടുണ്ട് കേട്ടോ. ശബരി വന്നതാ അവിടുന്ന് പുറപ്പെട്ട് പോയി. സെക്കന്ദരാബാദ് തിരുവനന്തപുരം ശബരി, അതുപോലെ തന്നെ സെക്കന്ദരാബാദിൽ നിന്ന് തിരുപ്പതിയിലേക്കുള്ള പത്മാവതി എക്സ്പ്രസ്സായിട്ടും ശബരിക്ക് ടാക്സി കയറുന്നുണ്ട്. ഇതാണ് നമ്മൾ വന്ന വണ്ടി. MGR ചെന്നൈ സെൻട്രൽ പാലക്കാട് പഴനി വഴി പോകുന്ന ചെന്നൈ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അപ്പോൾ ഈ വണ്ടിക്കാണ് നമ്മൾ വന്നത്. ഇത് ചെന്നൈ ഡിവിഷൻ്റെ കീഴിലുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലക്കാട് ജംഗ്ഷനിൽ ടോട്ടൽ 5 പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമാണ്. അപ്പം നാലാമത്തേലാണ് നമ്മൾ തൂത്തുക്കുടിയിൽ നിന്ന് പാലക്കാടേക്കുള്ള പാലരുവി വന്ന് കിടക്കുക കേട്ടോ. അപ്പം പാലക്കാട് യാത്ര അവസാനിക്കുന്നതും അതുപോലെ തന്നെ പാലക്കാട് നിന്ന് യാത്ര തുടങ്ങുന്നതായിട്ട് 2 വണ്ടികളുണ്ട്. ഒന്ന് പാലക്കാട് നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന നമ്മളെ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, അതുപോലെ തന്നെ പാലക്കാട് നിന്ന് തൂത്തുക്കുടിയിലേക്ക് പോകുന്ന പാലരുവി എക്സ്പ്രസ്. അങ്ങനെ 2 വണ്ടി ഇവിടെ പാലക്കാട് യാത്ര അവസാനിക്കുകയും അതുപോലെ തന്നെ യാത്ര തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയം 9:45 നമുക്കിനിയും ഇഷ്ടംപോലെ സമയമുണ്ട് കേട്ടോ. ഇപ്പോൾ ഏതൊക്കെയോ വണ്ടികൾ വരാനുണ്ട്. അതിൻ്റേതായ തിരക്ക് നമുക്കിവിടെ പ്ലാറ്റ്ഫോമിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഇന്നലെ
രാത്രി 11:50 ചെന്നൈയിലെ താമ്പരത്ത് നിന്ന് പുറപ്പെട്ട വണ്ടിയാണ് കേട്ടോ. ഒരുപാട് സമയമെടുത്ത് ഓടുന്നൊരു വണ്ടിയാണിത്. കോയാപുരത്തിൻ്റെ ഒരു WAP7 ആയിട്ടാണ് നമ്മുടെ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിപ്പോൾ മുമ്പിൽ 2 ജനറൽ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് B1 ആണ്. അപ്പോൾ ദാ B2 ആണ് നമുക്കുള്ള കോച്ച്. അപ്പോൾ B2 ആണ് കേട്ടോ നമ്മളെ കോച്ച്. ആൾക്കാരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടേത് 2015 മേടെ ഒരു കോച്ചാണ് കേട്ടോ. നേരെ കോച്ചിലേക്ക് കയറാണ്. ലൈവല്ല. അപ്പോൾ നമ്മുടെ വണ്ടി സൈറൻ മുഴക്കി കേട്ടോ. നല്ല നീട്ടിയൊരു സൈറൻ മുഴക്കലായിരുന്നു. അങ്ങനെ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. അടിപൊളിയല്ല. ദിബ്രുഗഡ് നിന്ന് കന്യാകുമാരിക്കുള്ള വിവേക് 3 മണിക്കൂറും 55 മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പാലക്കാട് ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. പാലക്കാട് ജംഗ്ഷൻ. ഇത് പാലക്കാട് ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് പൊള്ളാച്ചി പഴനിക്കൊരു റൂട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ജംഗ്ഷൻ ആയത് കേട്ടോ. അതാ നേരെ കാണുന്ന ട്രാക്കാണ് നമ്മൾ പാലക്കാട് ടൗൺ, പൊള്ളാച്ചി, പഴനി അതുവഴി ചെന്നൈയിലേക്കുള്ളൊരു റൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമൃത എക്സ്പ്രസ്സിൽ മധുരയ്ക്ക് പോയതും ആ റൂട്ടാണ്. അതുപോലെ തന്നെ ഇന്ന് ഡിണ്ടുകളിൽ നിന്ന് തിരിച്ച് പാലക്കാട് വന്നതും ഈ റൂട്ട് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു റൂട്ടിൽ കാര്യമായിട്ട് ട്രെയിനൊന്നുമില്ല. ഒരു മെമു ഉണ്ടായിരുന്നു, അതൊന്ന് ക്യാൻസലാണ്. ഈ റോഡൊന്ന് പാലക്കാട് ടൗണിലേക്കുള്ളൊരു മെമു, അതിപ്പോൾ ഒന്ന് ക്യാൻസലായിട്ടാണുള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒറ്റപ്പാലാണ്. ഇന്ന് വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോഴേക്കും നമ്മളെ വണ്ടി മംഗലാപുരം എത്തും. ഇത് ചെന്നൈയിലെ താമ്പരത്തുനിന്ന് മംഗലാപുരത്തേക്ക് എത്താൻ ഏകദേശം 17 മണിക്കൂറിൻ്റെ അടുത്ത് സമയമെടുക്കുന്നുണ്ട് കേട്ടോ. പാലക്കാടൻ ഗ്രാമീണ ഭംഗികളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മളിതാ പോകുന്നത് കേട്ടോ. അവിടെയൊക്കെ നല്ല നല്ല വലിയ മലനിരകളൊക്കെ കാണാം. ഇതൊക്കെ കൃഷിപ്പാടങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ ചെറിയ തെക്കൻ തോപ്പുകളും
B1 എൻ്റെ കോച്ച് വരുന്നത്. അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ചാർജിങ് പോയിൻ്റ് ഉണ്ട്. ഈ സൈഡ് ലോവറിനും സൈഡ് അപ്പറിനും ഒരേ ഒരു ചാർജിങ് പോയിൻ്റ് ഉള്ളൂ കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ പറയുന്ന പോലെ തന്നെ വിൻഡോ ഒന്നും അത്ര ക്ലിയർ അല്ല. ഭാരതപ്പുഴ ബൈപ്പാസ് ക്യാബിനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരെ അങ്ങോട്ടേക്ക് നോക്കിയാൽ നമ്മളെ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ഭാരതപ്പുഴേൻ്റെ പാലം കാണാൻ കഴിയും കേട്ടോ. നേരെ നോക്കിയാൽ നമുക്ക് കാണാം. അതിനൊരു ട്രെയിനും കൂടി വരുന്നായിരുന്നു, അപ്പോൾ അടിപൊളിയായതേ. ഈ ട്രാക്ക് നേരെ പോകുന്നത് നമ്മുടെ ഭാരതപ്പുഴ ബ്രിഡ്ജിലേക്കാണ് കേട്ടോ. അതായത് പാലക്കാട് ഭാഗത്തുനിന്ന് നമ്മുടെ ഷൊർണൂർ ജംഗ്ഷൻ കയറാതെ തൃശ്ശൂർ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളൊക്കെ ഈ വഴിയാണ് പോവുക കേട്ടോ. ഭാരതപ്പുഴ ബൈപ്പാസ് ക്യാബിനിലേക്ക് കൂടിയാണ് പോവുക. എന്നിട്ട് നേരെ ഭാരതപ്പുഴ പാലത്തിൽ സംഗമിക്കും. നമ്മളെ കേരള എക്സ്പ്രസ്, ദിബ്രുഗഡ് കന്യാകുമാരി, അതുപോലെ തന്നെ ശബരി, ഗോരഖ്പൂർ, രപ്തിസാഗർ, ഇതൊക്കെ ഭാരതപ്പുഴ ബൈപ്പാസ് ക്യാബിനിൽ കൂടിയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ തണൽ മരങ്ങളായിരുന്നു കേട്ടോ. ഇതുപോലത്തെ നല്ല നല്ല വലിയ തണൽ മരങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ വെട്ടി മാറ്റി നമ്മളെ വണ്ടിക്ക് ഇവിടെ സിഗ്നൽ കിട്ടി കേട്ടോ. അതുകൊണ്ട് സ്ലോ ആക്കുകയാണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്. നമ്മളെ തൃശ്ശൂർ ഡയറക്ഷനിലേക്കൊരു ട്രെയിൻ വരുന്നുണ്ട്. അതുണ്ടോ, ഭാരതപ്പുഴ ക്യാബിൻ വരെ നമുക്ക് ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. ഇതിപ്പോൾ ഒരു എന്താ പറയുക, ത്രികോണത്തിൻ്റെ ഷേപ്പിലായിട്ടാണ് ഉള്ളത്. അതായത് ഇത് നേരെ നമ്മളെ ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂരേക്കുള്ള ലൈന് പോകുന്നു. അതുപോലെ തന്നെ പാലക്കാട് നിന്ന് ഷൊർണൂർ കയറാതുള്ള ലൈന് പോകുന്നു. അതുപോലെ തന്നെ പാലക്കാട് നിന്ന് ഷൊർണൂരേക്കുള്ളൊരു ലൈനും പോകുന്നു. അപ്പോൾ ഒരു ത്രികോണാകൃതിയിലാണ് ഈ ഒരു സ്ഥലം നിൽക്കുന്നത്. നമുക്കിവിടെ സിഗ്നൽ കിട്ടി നിന്നു. അതാ പോകുന്നത് നമ്മളെ ഷൊർണൂർ തൃശ്ശൂർ പാസഞ്ചറാണ് കേട്ടോ. അതായത് രാവിലെ പാലക്കാട് നിന്ന് നിലമ്പൂരേക്ക് പോകുന്ന പാസഞ്ചർ അവിടെ നിന്നൊരു 9 മണിയാകുമ്പോഴത്തേക്കും നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരേക്ക് വരും. ആ വണ്ടി തന്നെ ഇവിടെ ഒരു അരമണിക്കൂർ കിടന്നിട്ട് ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂരേക്കുള്ള
പാസഞ്ചറായിട്ട് പോകും. അതേ വണ്ടി തന്നെ വൈകുന്നേരം തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്കുള്ള പാസഞ്ചറായിട്ടും പോകും. അവിടെ ഒരു WDG 4D കിടപ്പുണ്ട്, ഗുഡ്സ് ലോക്കോമോട്ടീവ്. ഈ WDG എന്ന് പറയുന്നത് ഈ ഗുഡ്സിന് മാത്രം യൂസ് ചെയ്യുന്നൊരു ലോക്കോമോട്ടീവാണ് കേട്ടോ. അതാണ് WDG. G എന്ന് വെച്ചാൽ ഗുഡ്സ്. ഇത് എറണാകുളം ഡീസൽ ലോക്കോ ഷെഡിൻ്റെ ലോക്കോമോട്ടീവാണ്. അതേപോലെ WDP എന്ന് പറയുമ്പം അതിൽ P പാസഞ്ചർ. അപ്പോൾ അത് പാസഞ്ചർ ട്രെയിനൊക്കെ യൂസ് ചെയ്യുന്ന ലോക്കോമോട്ടീവാണ്. നമുക്ക് ഇവിടെ അല്ല പ്ലാറ്റ്ഫോം വരുന്നത്, അപ്പുറത്താണ്. നമ്മളെ ഓപ്പോസിറ്റ് പ്ലാറ്റ്ഫോമിൽ ദുരന്തോ എക്സ്പ്രസ് ഉണ്ട് കേട്ടോ. നിസാമുദ്ദീൻ എറണാകുളം ദുരന്തോ എക്സ്പ്രസ്. ഈ ഒരു ദുരന്തോ എക്സ്പ്രസ്സിന് കേരളത്തിലാകെ കോഴിക്കോട് മാത്രമേ സ്റ്റോപ്പുള്ളൂ കേട്ടോ. ഷൊർണൂർ അതുപോലെ തന്നെ തൃശ്ശൂരൊന്നും ഈ വണ്ടിക്ക് സ്റ്റോപ്പില്ല. കേരളത്തിലാകെ ഒരേ ഒരു സ്റ്റോപ്പേ ഉള്ളൂ, കോഴിക്കോട്. അപ്പോൾ അതാ ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. ഞാനിപ്പം B1 ഷിഫ്റ്റ് ആയിട്ടോ. ഈ ഭാഗത്തായിട്ടാണ് നമ്മളെ സീറ്റ് വരുന്നത്. നമ്മൾ 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ വണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഷൊർണൂർ ജംഗ്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഷനാണ് ഈ ഷൊർണൂർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ 7 പ്ലാറ്റ്ഫോം ഉണ്ട് ടോട്ടൽ. അതുപോലെ തന്നെ ഇതൊരു ജംഗ്ഷൻ വരാൻ കാരണം ഇപ്പം നമ്മൾ വന്ന പാലക്കാട് റൂട്ട്, അതുപോലെ തന്നെ നിലമ്പൂർ റോഡിലേക്കൊരു റൂട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഷൊർണൂർ ജംഗ്ഷൻ ആയത്. അപ്പോൾ ഇവിടെ നമ്മളെ വണ്ടിക്ക് ടോട്ടൽ 5 മിനിറ്റ് ഹോൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് ഭക്ഷണം എന്തെങ്കിലുമൊക്കെ മേടിക്കണം. ഓക്കെ, 5 മിനിറ്റ് നമ്മളെ വണ്ടിക്ക് ഇവിടെ ഹോൾട്ട് ഉണ്ട്. ജനറലെല്ലാം അത്യാവശ്യം തിരക്ക് മാത്രമേ ഉള്ളൂ, വലിയ റഷോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ട്രെയിൻ അങ്ങനെ പട്ടാമ്പി സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പട്ടാമ്പി ടൗണിൻ്റെ ഒരു ഭാഗങ്ങളാണ് ഈ കാണുന്നത്. നമ്മുടെ തൊട്ട് മുമ്പിൽ ജനറൽ ക്ലാസ് ആണ് കേട്ടോ. ഇതിൽ 2 ജനറൽ ക്ലാസ്. ഈ പട്ടാമ്പി ചെറിയൊരു കർവിലാണ് നിൽക്കുന്നത് കേട്ടോ. രണ്ട് മിനിറ്റാണ് നമ്മളെ വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പുള്ളത്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ വണ്ടി എടുത്തത് കേട്ടോ. അങ്ങനെ ട്രെയിൻ ഇതാ പട്ടാമ്പി സ്റ്റേഷനിലേക്ക് എത്തി. നമ്മുടെ ട്രെയിനിൻ്റെ നമ്പർ വരുന്നത് താമ്പരത്തുനിന്ന് മംഗലാപുരത്തേക്ക് പോകുമ്പോൾ 161-59 അതുപോലെ തന്നെ മംഗലാപുരത്ത് നിന്ന് താമ്പരം പോകുമ്പോൾ 161-60 കേട്ടോ. അപ്പോൾ ഈ പട്ടാമ്പി സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഗുരുവായൂരേക്ക് പോകാൻ ഏറ്റവും അടുത്ത് കിടക്കുന്നൊരു സ്റ്റേഷൻ ഇതാണ്. നമ്മുടെ മലബാറുള്ള ആൾക്കാർ കേട്ടോ, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ഭാഗത്തുള്ളവർക്ക് ഗുരുവായൂരേക്ക് പോകാൻ ഏറ്റവും അടുത്ത് കിടക്കുന്നൊരു സ്റ്റേഷനാണ്. കുറ്റിപ്പുറം, പട്ടാമ്പി അങ്ങനെ 2 സ്റ്റേഷൻ വഴി നമുക്ക് പോകാം കേട്ടോ. പക്ഷേ കുറ്റിപ്പുറം വഴി പോകുമ്പോൾ
കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകളായിരിക്കും നമുക്ക് കുറ്റിപ്പുറത്ത് നിന്ന് കൂടുതലും കിട്ടുക. അപ്പം പട്ടാമ്പി നിന്നൊക്കെ കയറുകയാണെങ്കിൽ പട്ടാമ്പി ഗുരുവായൂർ, അതുപോലെ തന്നെ പാലക്കാട് ഗുരുവായൂർ അങ്ങനെ ഇഷ്ടംപോലെ മിനിറ്റിന് ബസ്സുകൾ നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇവിടെ സിഗ്നൽ കിട്ടി. കോഴിക്കോട് കല്ലായി എത്തി കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി ഇതാ കോഴിക്കോടേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണേ. നാലാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മളെ വണ്ടി വരുന്നത്. കോഴിക്കോട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രൗഡ് നമുക്ക് ഈ സ്റ്റേഷനിൽ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മളിതാ കോഴിക്കോട് എത്തി കേട്ടോ. ഇവിടെ കണ്ട ജനറലിൽ കയറാനുള്ള തിരക്കണ്ട, ആകെ 2 ജനറലേ ഉള്ളൂ. നല്ല തിക്കും തിരക്കാണ് കേട്ടോ. കാരണം നമ്മൾ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് ഈ പരശുവിന് പോകേണ്ട ആൾക്കാരൊക്കെ ഇതിലങ്ങ് കയറും കേട്ടോ. നല്ല തിരക്കാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് കയറാനുണ്ട് അത്രയും ആൾക്കാർ. ഇതിലെല്ലാം ജനറലിൻ്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട, ആകെ 2 ഉള്ളൂ. വേണ്ടതാ തൂങ്ങിപ്പിടിച്ച് കയറുന്നുണ്ട്. ഇതാണ് ഈ വണ്ടീൻ്റെ ജനറലിൻ്റെ അവസ്ഥ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1615. അപ്പോൾ നമുക്കിവിടെ 3 മിനിറ്റ് ഹോൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് വരുന്നത് മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂരേക്ക് പോകുന്ന ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് ആണ് കേട്ടോ.
അപ്പോൾ ഈ ഇൻ്റർസിറ്റിയാണ് നമ്മളെ മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഏർനാട് എക്സ്പ്രസ് ആയിട്ട് റേക്ക് ഷെയർ ഉള്ളത് കേട്ടോ. ഇന്ന് രാവിലെ കോയമ്പത്തൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് വരുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസിൻ്റെ റേക്കാണ് അടുത്ത ദിവസം ഏർനാട് എക്സ്പ്രസ് ആയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് മംഗലാപുരത്തേക്ക് വരുന്ന ഏർനാട് എക്സ്പ്രസിൻ്റെ റേക്കാണ് നാളെ കോയമ്പത്തൂരേക്കുള്ള ഇൻ്റർസിറ്റി ആയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് വടകരക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വടകര എത്തുന്നതിന് മുമ്പുള്ളൊരു പുഴയാണ് മൂരാട് പുഴ. അതുപോലെ തന്നെ നേരെ കാണുന്ന നമ്മളെ പുതിയ റോഡാണ് കേട്ടോ, 6 വരിപ്പാത. വണ്ടി നല്ല ഹൈറ്റിലായിരുന്നു കേട്ടോ, എത്ര താഴ്ച നോക്കിയിട്ട്. അപ്പോൾ നമ്മളത് വടകരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് കേട്ടോ നമ്മളെ വണ്ടി പോകുന്നത്. മിക്കവാറും ക്രോസിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളെ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മളെ വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വടകര നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും തിരിച്ച് നമ്മളെ നാട്ടിലേക്ക് എത്തുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വടകര എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ജനറൽ ക്ലാസ് നമുക്കൊന്നും കൂടി കാണിച്ചു തരാം. നല്ല തിരക്കാണ് ഈ ജനറൽ ക്ലാസ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ വടകര സ്റ്റേഷൻ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്നത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പാലം കയറി നേരെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണേ. അങ്ങനെ പാലക്കാട് നിന്ന് തുടങ്ങിയൊരു യാത്ര ഇവിടെ വടകര എത്തിച്ചതിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.